ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയ ഉസ്താദുമാരെ, പ്രിയ കൂട്ടുകാരെ, പുണ്യങ്ങളുടെ പൂനിലാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലത്തെ പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ഭക്ഷണവും സ്പർശനവും എല്ലാം രഹിതമാണ്. സ്നേഹം ചൂട്ടുപുള്ളിക്കാലത്തേക്ക് മുത്തുനബിയിലേക്ക് തിരിഞ്ഞ് നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ കാണിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്കിലേ ആകാശത്തിൽ അധിപൻ നമ്മളോട് സ്നേഹവും കരുണയും കാണിക്കുള്ളൂ. കുഞ്ഞുങ്ങളെ മുത്തുമച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ ബാലപാഠം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടികളോട് നീതിപ്പെട്ടാൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. യാത്രക്കാരനെയും ദുർബലനെയും അനാഥകളെയും ചേർത്ത് നോക്കി. ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും എല്ലാം ആദ്യ സൗജത്തിൽ തന്നെ പരിഗണിക്കപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യനോടൊന്നല്ല, പശുക്കളോടും മൃഗങ്ങളോടും സർവ്വജന്തുജാലങ്ങളോടും പ്രകൃതിയോടും അനാശമായ പ്രകൃതി നശിപ്പിക്കരുത്. മരങ്ങൾ മുറിച്ച് മാറ്റരുത്. ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത്. കടൂരമാണെങ്കിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്. മാതാവിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഛേ എന്ന് വാക്ക് പോലും പറയരുത്. ഇനി ഉപദേശങ്ങൾ മാനവസമൂഹത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. ഇത്രയും പറഞ്ഞു വേണ്ടി ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം ഇവിടെ നിർത്തുകയായിരിക്കും. അസ്സലാമു അലൈക്കും.